ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വനത്തിന് സമീപത്തുള്ള വിജനമായ ഒരു റോഡാണ് കാണിക്കുന്നത്. അവിടെ ഒരു ദമ്പതികൾ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവരുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി നടന്നു വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്നാൽ അവളുടെ നിഗൂഢമാർന്ന ഭാവം കണ്ട് അവർ ഭയന്നുപോയി. അത്രയും ഭീകരമായിരുന്നു അവളുടെ രൂപം. ശരീരം മുഴുവൻ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു അവൾ. അവളെ കണ്ടതും പേടിച്ചുപോയ ആ ദമ്പതികൾ ആദ്യം അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചു. എന്നാൽ പിന്നീട് ആ കൂട്ടത്തിലുണ്ടായിരുന്ന യുവാവ് അവളോട് അനുതാപം തോന്നി അവളെ സഹായിക്കാമെന്ന് തീരുമാനിച്ചു. ഇത് കണ്ട അയാളുടെ ഭാര്യ അവനെ പരമാവധി തടയാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളത് കേൾക്കാൻ തയ്യാറായില്ല. പെട്ടെന്ന് സഹായിക്കാൻ ചെന്ന അയാളെയും കൂടെയുണ്ടായിരുന്ന ഭാര്യയെയും ആ പെൺകുട്ടി അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. ശേഷം കാണിക്കുന്നത് ഒരു വാൻ ഡ്രൈവറെയാണ്. വിനോദയാത്ര പോകുന്ന ആളുകളെ വാനിൽ കൊണ്ടുപോകുന്നതായിരുന്നു അയാളുടെ ജോലി. പതിവ് പോലെ തൻ്റെ യാത്രക്കാരെ എടുക്കാനായി അയാൾ വണ്ടിയുമായി ഇറങ്ങി. ആദ്യം അയാൾ ഒരു സ്ത്രീയെ വാനിൽ കയറ്റി. സംസാരപ്രിയനായ ആ ഡ്രൈവർ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ സ്ത്രീക്ക് അയാളുടെ സംസാരം ഒട്ടുമങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അയാളെ അവഗണിച്ചുകൊണ്ട് അവൾ തൻ്റെ ഹെഡ്ഫോൺ എടുത്ത് കാതിൽ വെച്ചു. പിന്നീട് ഡ്രൈവർ അടുത്ത യാത്രക്കാരെ എടുക്കാനായി പോയി. ഒരമ്മയും മകളുമായിരുന്നു അത്. പക്ഷേ ആ വാൻ കണ്ടതും അവർക്കത് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. വാൻ കണ്ടാൽ വളരെ പഴയതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുമായിരുന്നു. ഡ്രൈവർ അവരെ സമാധാനിപ്പിക്കാനായി ശ്രമിച്ചു. ഇതെൻ്റെ പ്രിയപ്പെട്ട വാനാണ്. ഇതിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നയാൾ ഉറപ്പു നൽകി. അതിനുശേഷം അയാൾ അവരുടെ ലഗേജുകൾ വാനിനുള്ളിൽ കയറ്റി. അമ്മയും മകളും വാനിനുള്ളിൽ കയറിയിരുന്നെങ്കിലും അവർ തമ്മിൽ വഴക്കിടാൻ തുടങ്ങി. അവർ തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല. ഇത് ശ്രദ്ധിച്ച ഡ്രൈവർ അവർ തമ്മിലുള്ള പ്രശ്നം ഒഴിവാക്കാൻ മകളായ മാർത്തയോട് മുൻസീറ്റിലിരിക്കാനായി ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ യാത്ര തുടർന്നു. യാത്രക്കിടയിൽ ഡ്രൈവർ മാർത്തയ്ക്ക് സിഗരറ്റ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും അവളത് നിരസിച്ചു. ഈ സമയത്ത് മാർത്തയുടെ മുഖത്തിൻ്റെ ഒരു വശം പൊള്ളലേറ്റ നിലയിലാണെന്ന് ആ ഒരു ഡ്രൈവർ കാണുകയാണ്. ഡ്രൈവർ കളിയാക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു, നീ ആദ്യമായി സിഗരറ്റ് വലിക്കാൻ ശ്രമിച്ചപ്പോഴാണോ നിൻ്റെ മുഖം ഇങ്ങനെ പൊള്ളിയത്? ഇത് കേട്ട മാർത്തയുടെ അമ്മയ്ക്ക് ദേഷ്യം വരികയും അയാളുടെ സംസാരം അവർ തടയുകയും ചെയ്തു. ഡ്രൈവർ തൻ്റെ സീറ്റിന് പിന്നിൽ ഒരു ഗ്ലാസ് വച്ചിരിക്കുന്നത് മാർത്തയുടെ അമ്മ ശ്രദ്ധിച്ചു. അതിനെക്കുറിച്ച് അവർ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു, പിന്നിലിരിക്കുന്നവരിൽ നിന്നും എനിക്ക് എന്തെങ്കിലും വൈറസ് ബാധ ഉണ്ടാകാതിരിക്കാനാണ് ഇത് വെച്ചത്. കൂടെ ചിരിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെയും കൂട്ടിച്ചേർത്തു, ചിലപ്പോൾ എനിക്ക് പിന്നിലിരിക്കുന്ന സ്ത്രീയിൽ നിന്ന് പോലും അപകടം ഉണ്ടായേക്കാം. ഇത് കേട്ട മാർത്തയുടെ അമ്മയ്ക്ക് ദേഷ്യം ഇരട്ടിച്ചു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് യാത്ര തുടരുമ്പോൾ പെട്ടെന്നൊരു കാർ വാനിന് കുറുകെ വന്നു. ഡ്രൈവർ ആ കാറിലുള്ളവരെ വളരെ മോശമായ രീതിയിൽ വഴക്ക് പറഞ്ഞു. ഒപ്പമുള്ളത് സ്ത്രീകളാണെന്ന് ഓർക്കണമെന്നും ഇങ്ങനെ പെരുമാറരുതെന്നും മാർത്തയുടെ അമ്മ പറയുമ്പോഴും ഡ്രൈവർ അത് കേൾക്കാൻ തയ്യാറായില്ല. വാനിലുണ്ടായിരുന്ന മറ്റു സ്ത്രീകളും അയാളുടെ പെരുമാറ്റത്തെ എതിർത്തു. യാത്രക്കിടയിൽ ഡ്രൈവർ തങ്ങളുടെ റൂട്ട് മാറ്റിയത് ആ സ്ത്രീകൾ ശ്രദ്ധിച്ചിരുന്നു. എന്തിനാണ് വഴി മാറ്റിയതെന്ന് ചോദിച്ചപ്പോൾ സാധാരണ പോകുന്ന റോഡിൽ വൻതോതിൽ തിരക്കുണ്ടാകും, അതുകൊണ്ടാണ് ഇങ്ങനെ പോയതെന്നായിരുന്നു അയാളുടെ മറുപടി. അവർ പോയിക്കൊണ്ടിരുന്നിരുന്നത് വളരെ ഇരുട്ടു നിറഞ്ഞ ഒരു പാതയിലൂടെയായിരുന്നു. പെട്ടെന്ന് വാനിന് പുറത്ത് എന്തോ ഒരു കാഴ്ച ഡ്രൈവറുടെ കണ്ണിൽപ്പെട്ടു. അയാൾ വാൻ നിർത്തി പുറത്തേക്കിറങ്ങി പരിശോധിച്ചപ്പോൾ കണ്ടത് ഭയാനകമായ ഒരു ജീവിയെയും ഒരു സ്പേസ് ഷിപ്പിനെയുമാണ്. അതൊരു ഏലിയനായിരിക്കാം എന്ന കൗതുകം കൊണ്ട് മാർത്ത ആ ഒരു ജീവിയെ ഒന്ന് തൊട്ടു. ആ നിമിഷം ആ ജീവിയുടെ ഉള്ളിൽ നിന്നും എന്തോ ഒന്ന് മാർത്തയുടെ വിരലിലേക്ക് കയറിപ്പോയി. ഉടൻ തന്നെ അവളുടെ അമ്മ അവിടെ എത്തി അവളെ വാനിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ വീണ്ടും യാത്ര തുടർന്നു. യാത്രക്കിടയിലാണ് വാനിലുണ്ടായിരുന്ന മറ്റേ സ്ത്രീ വെഗ് വെച്ചിരിക്കുകയാണെന്ന് മാർത്തയുടെ അമ്മ അറിയുന്നത്. തനിക്കൊരു അസുഖമുണ്ടെന്നും അതുകൊണ്ടാണ് തൻ്റെ തലയിൽ മുടിയില്ലാത്തതെന്നും ആ സ്ത്രീ സങ്കടത്തോടെ അവരോട് പറഞ്ഞു. പകരം മാർത്തയുടെ അമ്മ തൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ അവരോടും പങ്കുവയ്ക്കുകയാണ്. തൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം കാരണമുണ്ടായ ഒരു കാർ അപകടത്തിലാണ് മാർത്തയുടെ മുഖത്ത് ഈ കേടുപാടുകൾ ഉണ്ടായതെന്ന് അവർ പറഞ്ഞു. ഇതിനിടയിൽ മാർത്തയുടെ വിരലിൽ എന്തോ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയിരുന്നു. അവളുടെ കണ്ണിൻ്റെ നിറവും മാറാൻ തുടങ്ങിയിരിക്കുന്നു. ഡ്രൈവർ കണ്ണാടിയിലൂടെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമ്മ മാർത്തയെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവളൊരു മറുപടിയും നൽകിയിരുന്നില്ല. ഈ ബഹളങ്ങൾക്കിടയിൽ ഡ്രൈവറുടെ ശ്രദ്ധ മാറുകയും വാൻ
ഒരു യുവതിയുടെ മേൽ ഇടിക്കുകയും ചെയ്തിരുന്നു. അപകടം നടന്നിട്ടും അയാൾ വണ്ടി നിർത്താൻ തയ്യാറായില്ല. എന്നാൽ വാനിലുണ്ടായിരുന്ന സ്ത്രീ അയാളോട് ദേഷ്യപ്പെട്ടു. നീ ഒരാളെ കൊന്നു, വണ്ടി നിർത്തി അവൾക്ക് ജീവനുണ്ടോ എന്ന് നോക്ക് എന്നവർ അലറി. ഒടുവിൽ വണ്ടി നിർത്തി അവർ പുറത്തേക്കിറങ്ങി ആ യുവതിയെ പരിശോധിച്ചു. അവളുടെ മുഖം കണ്ടാൽ തന്നെ പേടി തോന്നുമായിരുന്നു. നിഗൂഢമാർന്ന ഒരു മുഖമായിരുന്നു അവളുടേത്. എങ്കിലും അവൾക്ക് ജീവനുണ്ടായിരുന്നതിനാൽ ഡ്രൈവർ ഉടൻ തന്നെ എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ പെട്ടെന്ന് അസാധാരണമാം വിധം ഫോൺ ചൂടാവുകയും സഹിക്കാനാവാതെ അയാൾ ഫോൺ താഴെയിടുകയും ചെയ്തു. ആ യുവതിയെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കണമെന്ന് വാനിലുണ്ടായിരുന്ന സ്ത്രീ ഡ്രൈവറോട് പറഞ്ഞു. ഡ്രൈവർക്കും മറ്റൊരു വഴിയില്ലായിരുന്നു. അതുകൊണ്ടവർ ആ യുവതിയെ വാനിലേക്ക് എടുത്തു കയറ്റി. ആ സമയം മാർത്തയുടെ ഉള്ളിലും ചില ഭയാനകമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. അവളുടെ വിരലിൽ നിന്നും ഒരു ജീവിയുടേതുപോലെ എന്തോ ഒന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ വേഗത്തിൽ വാൻ അവിടെ നിന്നും ഓടിച്ചുപോയി. യാത്രക്കിടയിൽ വാഹനമിടിച്ചിരുന്ന ആ പെൺകുട്ടിക്ക് ബോധം വരികയും പെട്ടെന്ന് തന്നെ വാനിലുണ്ടായിരുന്ന സ്ത്രീയെ പിടികൂടി വിചിത്രവും പശപ്പുള്ളതുമായ ഒരു ദ്രാവകം അവളുടെ വായിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്തു. ആ പെൺകുട്ടി സാധാരണ മനുഷ്യനായിരുന്നില്ല. അവൾക്കെന്തോ അസുഖം ബാധിച്ചിരിക്കുന്നു. അവൾ എന്തോ ഒരു വൈറസ് ബാധിച്ചിരുന്ന ഭീകരജീവിയെപ്പോലെയായിരുന്നു. അവൾ സ്ത്രീയുടെ വായ്ക്കുള്ളിലേക്ക് നിക്ഷേപിച്ച ആ പശപ്പുള്ള സാധനം കാരണം ആ ഒരു സ്ത്രീയും ഒരു ഭീകരജീവിയായി മാറാൻ തുടങ്ങിയിരുന്നു. അവർ ഉടൻ തന്നെ മാർത്തയുടെ അമ്മയെ ആക്രമിച്ചു. മാർത്തയുടെ അമ്മ സഹായത്തിനായി ഡ്രൈവറെയും മകളെയും വിളിച്ചുവെങ്കിലും വാനിലെ ഉച്ചത്തിലുള്ള സംഗീതവും അവർക്കിടയിലെ ഗ്ലാസും കാരണം ആ ശബ്ദം പുറത്തു കേട്ടില്ല. സ്വയം രക്ഷിക്കാനായി മാർത്തയുടെ അമ്മ ആ ഒരു ഭീകരജീവിയുടെ മുഖത്ത് അമർത്തിപ്പിടിച്ചപ്പോൾ ആ സ്ത്രീയുടെ തൊലി ഉരിഞ്ഞ് അമ്മയുടെ കയ്യിൽ വന്നു. ആ തൊലി അവർ ഡ്രൈവർക്ക് പുറകിലായുണ്ടായിരുന്ന ആ ഗ്ലാസ്സിലേക്ക് എറിഞ്ഞു. അതോടെയാണ് മുന്നിലുണ്ടായിരുന്നവർ പിന്നിലെ ഭീകരാവസ്ഥ ശ്രദ്ധിക്കുന്നത്. ഡ്രൈവർ പെട്ടെന്ന് വാൻ നിർത്തുകയും മാർത്തയുടെ അമ്മയെ പുറത്തെടുക്കുകയും ചെയ്തു. എന്നാൽ വാനിലുണ്ടായിരുന്ന ആ സ്ത്രീ പൂർണ്ണമായും ഒരു ഭീകരജീവിയായി മാറിയിരിക്കുന്നു. ആ കാഴ്ച അവരെ വല്ലാതെ ഭയപ്പെടുത്തി. ഡ്രൈവർ ഒരു ഗിറ്റാർ എടുത്ത് ആ ഒരു ഭീകരജീവിയെ അടിക്കുകയും അതിനെ ആ വാനിലിട്ട് തന്നെ പൂട്ടുകയും ചെയ്തു. അങ്ങനെ അവർ അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ഡ്രൈവർ മാർത്തയോടും അമ്മയോടും നമ്മളിനി 2 വഴിക്ക് പോകുന്നതാണ് നല്ലതെന്ന് അഭിപ്രായപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ 3 പേരും ഒരുമിച്ച് പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവർ 2 വഴിക്കായി പിരിഞ്ഞു. എന്നാൽ ആ രാക്ഷസ രൂപം വാൻ തകർത്ത് പുറത്തു വരികയാണ്. മാർത്തയും അമ്മയും കാട്ടിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മാർത്തയുടെ വിരലിൽ വീണ്ടും കഠിനമായ വേദന അനുഭവപ്പെടുകയും അവൾ ഉറക്കെ നിലവിളിക്കുകയും ചെയ്തു. ആ ശബ്ദം കേട്ട് ഭീകരജീവി അവരുടെ അടുത്തേക്കെത്തി. ഈ സമയം ഡ്രൈവർ പേടിച്ചു വിറച്ച് ഒരു മരത്തിന് മുകളിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. മാർത്തയുടെ അമ്മ പറഞ്ഞു, നീ ഇവിടെ നിന്ന് രക്ഷപ്പെടൂ, ഞാനിതിനെ നേരിടാം, അല്ലെങ്കിൽ നമ്മൾ 2 പേരും കൊല്ലപ്പെടും. അങ്ങനെ മാർത്തയുടെ അമ്മ അവളെ നിർബന്ധിപ്പിച്ച് അവിടെ നിന്നും പറഞ്ഞയച്ചു. അമ്മയെ വിട്ടുപോകാൻ അവൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നെങ്കിലും അവൾക്ക് അവിടെ നിന്നും ഓടിപ്പോകേണ്ടി വന്നു. വഴിയിൽ വെച്ച് മാർത്ത ഡ്രൈവറെ കണ്ടുമുട്ടുകയും അവർ 2 പേരും വാനുമായി അവിടെ നിന്ന് രക്ഷപ്പെടുകയുമാണ്. ദൂരെ നിന്നും തൻ്റെ അമ്മയുടെ നിലവിളി ശബ്ദം മാർത്ത കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ഭീകരജീവി അമ്മയെ ആക്രമിച്ചു കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അവരവിടെ നിന്നും ഏറെ ദൂരം മുന്നോട്ട് പോയി. ഈ സമയം വാനിലെ ഇന്ധനം ചോർന്നു പോകുന്നുണ്ടായിരുന്നു. ഒടുവിൽ വാൻ നിന്നു. അങ്ങനെ അവർ വാൻ തള്ളിക്കൊണ്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചെങ്കിലും അവിടെ സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്താണ് അവർ വാനിലെ ഇന്ധനം ചോരുന്നത് ശ്രദ്ധിക്കുന്നത്. ഡ്രൈവർ അത് തൻ്റെ പക്കലുണ്ടായിരുന്ന ടാപ്പ് ഉപയോഗിച്ച് അടച്ചു. ഗ്യാസ് സ്റ്റേഷനിൽ ആരുമില്ലാത്തതിനാൽ ഡ്രൈവർ മാത്തയോട് വാനിരിക്കാനായി പറഞ്ഞുകൊണ്ട് പെട്രോൾ എടുക്കാനായി അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കാറിനരികിലേക്ക് പോയി. എന്നാൽ ഈ ഒരു സമയമായപ്പോഴേക്കും ആ ഒരു ഭീകരജീവി അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്ന ഭീകരജീവി മറ്റാരുമായിരുന്നില്ല. അത് മാർത്തയുടെ അമ്മ തന്നെയായിരുന്നു. അവരും ഇപ്പോൾ ആ ഒരു ക്രൂരനായ ജീവിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയത്താണ് അവിടെ ജോലി ചെയ്തിരുന്നയാൾ അവിടേക്ക് എത്തുന്നത്. ആ ഭീകരജീവി ആ മനുഷ്യനെ ക്രൂരമായി കൊലപ്പെടുത്തി. വാനിനുള്ളിൽ ഒളിച്ചിരുന്നിരുന്ന മാർത്ത ഇതെല്ലാം ഭയത്തോടെ നോക്കിക്കണ്ടു. ഈ ഒരു സമയത്താണ് ഡ്രൈവർ കയ്യിലുണ്ടായിരുന്ന ക്യാനിൽ ഇന്ധനം നിറച്ചുകൊണ്ട് അവിടേക്ക് വരുന്നത്. അങ്ങനെ അവർ വാഹനത്തിൽ ഇന്ധനം നിറച്ച് അവിടെ നിന്നും അതിവേഗത്തിൽ രക്ഷപ്പെടുകയാണ്.
ആപത്തുകൾ ഒഴിഞ്ഞുവെന്ന് കരുതി ഇരുവരും ആശ്വസിച്ചെങ്കിലും ഭീകരജീവിയായി മാറിയിരുന്ന മാർത്തയുടെ അമ്മ വാനിൻ്റെ മുകളിൽ തന്നെയുണ്ടായിരുന്നു. ഇതിനിടയിൽ ശക്തമായ മഴ പെയ്യാൻ ആരംഭിച്ചു. വാനിന് മുകളിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്കിട്ടു. താഴെ വീണ ആ രാക്ഷസ രൂപത്തെ കണ്ട് ഡ്രൈവർ തൻ്റെ വാഹനം കയറ്റിയിറക്കിക്കൊണ്ട് അതിനെ കൊല്ലാനായി ശ്രമിച്ചു. എന്നാൽ ഈ പോരാട്ടത്തിനിടയിൽ ഡ്രൈവർക്കും സാരമായ പരിക്കേറ്റിരുന്നു. അയാൾ മാർത്തയോട് വെള്ളം ചോദിച്ചു. ശേഷം അയാൾ വാഹനം ഒരിടത്ത് നിർത്തി. മാർത്ത വെള്ളമെടുക്കാനായി പുറകിലേക്ക് പോയ സമയം ആ ഭീകരജീവി വാനിനുള്ളിൽ കയറി തൻ്റെ നീളമുള്ള നാക്കുപയോഗിച്ച് ഡ്രൈവറുടെ കഴുത്തിൽ പിടിമുറുക്കി. ഈ കാഴ്ച കണ്ട മാർത്ത അതിൻ്റെ നാവ് പൊള്ളിച്ചുകൊണ്ട് ഡ്രൈവറെ രക്ഷിച്ചു. അതോടെ ആ ജീവി പുറത്തിറങ്ങി മാർത്തയെ ആക്രമിക്കാനായി ശ്രമിച്ചു. അതോടെ ഡ്രൈവർ തൻ്റെ വാഹനം അതിവേഗത്തിൽ മുന്നോട്ടെടുക്കുകയാണ്. എങ്കിലും ആ ഒരു ഭീകരജീവി അവർക്കു പുറകെ വളരെ വേഗത്തിൽ ഓടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഭീകരജീവി വീണ്ടും വാനിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതോടെ ഡ്രൈവർ തൻ്റെ വാഹനം ഒരു മരത്തിലേക്ക് ഇടിച്ചു കയറ്റി. അങ്ങനെ വാഹനം മറയുകയും ആ ഭീകരജീവി വീണ്ടും അവരെ ആക്രമിക്കാനായി വരികയും ചെയ്തു. ഡ്രൈവർ ആ ഭീകരജീവിയെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. ആ സമയം നോക്കി മാർത്ത ഒരു മാരകായുധം കൊണ്ട് അതിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതോടെ മാർത്തയുടെ അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന അന്യഗ്രഹജീവി പുറത്തേക്ക് വന്നു. ആ ഒരു ജീവിയായിരുന്നു അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചിരുന്നത്. ദേഷ്യത്തോടെ ഇരുവരും ചേർന്ന് ആ ജീവിയെ ചുട്ടുകൊന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ മാർത്തയും ഡ്രൈവറും അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ബാറിലേക്കെത്തി. എന്നാൽ ആ ബാറിൽ ആരെയും അവർക്ക് കാണാനായി സാധിച്ചിരുന്നില്ല. മാർത്ത വാഷ്റൂമിലേക്ക് പോയപ്പോൾ ആ ഒരു ഭീകരജീവിയുടെ ഉള്ളിൽ കണ്ട അതേ പശ പോലെയുള്ള ദ്രാവകം അവിടെയും കണ്ടു. ഇതേസമയം ബാറിൽ ഡ്രൈവർ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർത്ത അയാളുടെ പക്കലേക്ക് വന്നു. എന്നാൽ ഈ ഒരു സമയത്ത് മാർത്ത ഒരു മനുഷ്യനായിരുന്നില്ല. അവളും പൂർണ്ണമായും ഒരു ഭീകരജീവിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവളുടെ ശരീരത്തിനകത്തേക്കും ആ ഒരു അന്യഗ്രഹജീവി പ്രവേശിച്ചിരിക്കുന്നു. അവൾക്ക് മാത്രമല്ല, ആ നഗരത്തിലെ എല്ലാ മനുഷ്യരെയും അന്യഗ്രഹജീവിയിലെ വൈറസ് ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. തനിക്കും ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ തൻ്റെ അവസാനത്തെ ഡ്രിങ്ക് ആസ്വദിച്ചു കുടിച്ചു. താനും ഭീകരജീവിയായി മാറുമെന്നോ അല്ലെങ്കിൽ മരിക്കുമെന്നോ അയാൾക്കുറപ്പായിരുന്നു. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന ആ ഒരു യുവതിയും ഇത്തരത്തിൽ ഭീകരജീവിയായി മാറിയതായിരുന്നു. അതുകൊണ്ടാണ് അവൾ ആ ദമ്പതികളെ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നത്. അങ്ങനെ അന്യഗ്രഹജീവികളുടെ പിടിയിലായ മനുഷ്യരെ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.